ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറി തയ്യാറാക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല വറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീൻകറി നമ്മൾ തയ്യാറാക്കി വെച്ചാൽ 2-3 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനായിട്ടുള്ള മീനൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 3/4 കിലോ മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ആദ്യമേ ഞാനൊരു ചെറിയ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണിത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 4-5 വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയാണ്. 3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. പിന്നെ ഈ തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ അളവ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ ഈ സമയത്ത് ഒരു വേറെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ചോളം പുളിയും കൂടി ഇട്ട് കൊടുക്കണം. കുടംപുളിയാണ്. ഈ വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല കൂട്ടി ഇവിടെ തിളച്ച് റെഡിയായിരിക്കുകയാണ്. ഇതിലേക്ക് ഈ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇവിടെ തിളച്ച് വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ചാറോട് കൂടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ അടുപ്പയിൽ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് കുറച്ചുകൂടി അങ്ങ് പറ്റി വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം പച്ചവെളിച്ചെണ്ണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.